വെള്ളാപ്പള്ളിയുടെ പത്മഭൂഷണ് താമരയുടെ ലക്ഷണമുണ്ടെന്ന് കെ മുരളീധരൻ. പ്രോ BJP ലൈനിലേക്ക് പോകുമോ എന്ന് NSSന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഐക്യം വേണ്ട എന്ന് തീരുമാനിച്ചതെന്നും കെ മുരളീധരൻ പറഞ്ഞു. മറ്റ് പുരസ്കാരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പത്മ പുരസ്കാരങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ നേട്ടത്തിന് വിനിയോഗിക്കാൻ പാടില്ല. അത് ശരിയായ നടപടിയല്ല. ഇതിലൊക്കെ ചില ദുരുദ്ദേശങ്ങൾ ജനം കാണുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതേസമയം ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ മറുപടി പറയാമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നത്. 77ാമത് റിപ്പബ്ലിക് ദിനം വർണ്ണാഭമാക്കി രാജ്യം. ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ്. രാവിലെ 9:30 പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെ പരിപാടികൾക്ക് തുടക്കമായി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കേരളത്തിന്റെ നിശ്ചല ദൃശ്യവും പരേഡിൽ ശ്രദ്ധേയമായി. വന്ദേമാതരം 150 വർഷങ്ങൾ എന്ന തീമിലാണ് 77ാമത് റിപ്പബ്ലിക് ദിനം രാജ്യം ആഘോഷിക്കുന്നത്. രാവിലെ 9:30 ഡൽഹിയിൽ ആഘോഷ പരിപാടികൾ തുടങ്ങി. യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിച്ചതിനു പിന്നാലെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കർത്തവ്യപഥിൽ 10:30 സേനകളുടെ പരേഡ് ആരംഭിച്ചു. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് മുഖ്യാതിഥികൾ. ഓപ്പറേഷൻ സിന്ദൂർ ടാബ്ലോ, അപ്പാച്ചെ, ധ്രുവ് ഹെലികോപ്റ്ററുകൾ, ഭീഷ്മ, അർജുൻ യുദ്ധ ടാങ്കുകൾ എന്നിവ പരേഡിൽ പ്രധാന ആകർഷണങ്ങളായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.